മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ടൂരിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര നമ്മളപ്പോൾ കൈതോട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടുത്തെ വിഷ്വലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ മയിലാടും പറയും അതുപോലെ പൊടിയും വെള്ളച്ചാട്ടമൊക്കെയാണ് നമ്മളടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയ സ്ഥലം എന്തായാലും വളരെ മനോഹരമായിരുന്നു. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ പകർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുസുക്കി ബെർഗ്മാൻ സ്ട്രീറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാ യാത്രയ്ക്കും നമ്മൾ ആ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ എത്തിയ ഈ സ്ഥലം എന്ന് പറയുന്നത് പൊടിയമാണ്. ഇവിടെ ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വനത്തിൽ കയറിയ ശേഷം ആദ്യ സെറ്റിൽമെൻറ്റാണിത്. പിന്നെ ഇവിടെ ഈ ഉറവെന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു കൾച്ചർ സോങ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ പേരിലാണ് ഈ സ്ഥലത്തിലെ ഈ ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പഠനമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ച ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ആ ബിൽഡിങ്ങാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന സ്മാരകം മധുവിൻ്റെയാണ്. വയനാട് ആഹാരം എടുത്തതിന് തല്ലിക്കൊന്ന ആ ഒരു മധുവിൻ്റെ ഒരു സ്മാരകമാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ആ കാഴ്ചകളൊക്കെ പകർത്തി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ളും ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുന്നൊരു വഴിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിലും നമ്മൾ പതുക്കെ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ പതുക്കെ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് നല്ല മഴ ആയിരുന്നത് കൊണ്ട് ആ ഒരു ഫീൽ നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു കോട ഇല്ലെങ്കിലും നല്ല തണുപ്പായിരുന്നു. നമ്മളിപ്പോൾ ആ ഒരു തണുപ്പിൻ്റെ ഫീലൊക്കെ കൊണ്ട് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഈ ഓഫ് റോഡിൻ്റെ ആ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും. അപ്പോഴും നമ്മൾ വരുന്ന വഴിക്ക് ഇതേപോലെ നമ്മുടെ ഓപ്പോസിറ്റ് ഇതേപോലെ വണ്ടികളൊക്കെ വരും. ഞാനിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓടിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടോ നമ്മളെ എതിർവശത്തായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ വനത്തിൻ്റെ ഏകദേശം ഒരു കോട്ടൂരിൽ നിന്ന് നമ്മൾ ഏകദേശം നമ്മളൊരു 10-16 കിലോമീറ്റർ നമ്മൾ ഉൾവനത്തിൻ്റെ അകത്താണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അലോഡൊന്നുമല്ല. നമ്മുടെ ആ നാട്ടിലുള്ള ആളായതുകൊണ്ടും എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ വനത്തിലുള്ള ആൾ ആയതുകൊണ്ടും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്പനിയുടെ പുറത്ത് നമ്മളിപ്പോൾ വന്ന് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പോയി സ്ഥലങ്ങളൊക്കെ കാണില്ലേ, അങ്ങനെ വന്നതാണ്. പക്ഷെ എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ടുള്ള യാത്ര. പിന്നെ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം. അത് ഞാൻ പിന്നെ പറയാം. കണ്ട ഒരു ജീപ്പ് വരുന്നത്. അപ്പോൾ ജീപ്പ് ഈ വനത്തിൻ്റെ അകത്ത് വരുന്നതാണ് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ. എന്തായാലും നിങ്ങൾ ഫസ്റ്റ് അതെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന സ്ഥലം നമ്മളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം ഈ ഒരു വനത്തിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുൾമാട് എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം നമ്മൾ ലോഡ് ചെയ്ത ആ ഒരു യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കാണുന്ന ഈ വനം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ എനിക്ക് ഒന്നും കൂടെ ഓർമ്മ പുതുക്കലാണ് ഈ ഒരു യാത്ര. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ ഫുൾ ഓഫ് റോഡ് എത്തിക്കഴിഞ്ഞ് അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് പോകുന്നത് നമ്മൾ മയിലാടും പാറയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളും അതുപോലെ ആ ഒരു വിഷ്വൽസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തായാലും ആദ്യം നിങ്ങൾ ഈ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളെന്തായാലും ആസ്വദിക്കും. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കും ഈ 2 വർഷത്തും ഒരു പാറയുള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീൽ തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനൊരു ഫീല് തോന്നിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളപ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ചും കൂടെ ഓടിച്ച് നമ്മൾ മുന്നിലോട്ട് എത്തിയപ്പോഴത്തേക്കും നിങ്ങൾ റൈറ്റ് സൈഡ് കണ്ട ഈറ്റ കൊണ്ടുണ്ടാക്കിയൊരു വീടാണ്. ഫസ്റ്റ് നമ്മൾ പുറത്തോട്ട് പോയപ്പോൾ അവിടെ
ഇങ്ങനെ വീട്ടുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ വീടാണ് അത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളപ്പോൾ മയിലാടുംപാറ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് വണ്ടി പോകുന്നൊരു വഴി തന്നെയാണ്, പക്ഷേ കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ ഈ ഓഫ് റോഡ് യാത്രകളെ കൂടുതൽ സ്നേഹിക്കുന്ന റൈഡേഴ്സിന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി കഴിയും. പക്ഷേ ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ കഴിയും കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം റൈഡേഴ്സിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും ഏകദേശം നമ്മൾ എത്തി. നമ്മളിവിടെ ഇനി വണ്ടി വെച്ചതിന് ശേഷം നമ്മൾ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും നല്ല മഴയും ഞാൻ പറഞ്ഞില്ല കുറേ നല്ലോണം മഴയാണ്. അപ്പോൾ ഒരു മരം ഒടിഞ്ഞ് എന്തായാലും നമ്മൾ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇനി വണ്ടി പോകത്തില്ല. അപ്പോൾ നമ്മളിവിടെ വണ്ടി വെച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോകുന്ന നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വനത്തിനുള്ളിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ കുരുമുളക് കേട്ടോ. നമ്മളിപ്പം വനത്തിലെ ഏത് സെറ്റിൽമെൻറ്റിൽ പോയാലും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുരുമുളക് കൃഷി ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. കുറച്ച് കുരുമുളകൊക്കെ താനെ പൊടിക്കുന്നതും കുറച്ചല്ലാതെ അവർ കൃഷി ചെയ്യുന്നതുമാണ് കേട്ടോ. കാണുന്നത് ഇഞ്ചിയാണ്. കോലിഞ്ചിയാണ്, ഇഞ്ചിയല്ല കോലിഞ്ചി. അപ്പോൾ ഈ കോലിഞ്ചി തോട്ടങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭംഗിയുണ്ടല്ലേ. വലിയ മരം ഉണ്ടല്ലോ, അത് വെള്ളിയാവെന്ന് പറഞ്ഞ മരമാണ് കേട്ടോ. മരം ഒരു വെള്ള കളറുണ്ടല്ലേ. മരത്തിൻ്റെ ശിഖരങ്ങൾ പോയിക്കുന്നത് എന്ത് രസമാണല്ലേ. നമ്മളെപ്പോഴും മയിലാടുംപാറയോട് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും മയിലാടുംപാറ നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും. അത്രയ്ക്ക് നല്ലൊരു പ്ലേസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തി. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്ന മയിലാടുംപാറ ഉണ്ടല്ലോ, ഇത് നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവെയറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലുള്ളൊരു പാറയാണ് ഈ മയിലാടുംപാറ എന്ന് പറയുന്നത്. എന്തായാലും നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ ആർക്കും അതിൻ്റെ താഴോട്ടിറങ്ങി കുളിക്കാനോ വേറെ ഒന്നിനൊന്നും കഴിയുകയൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള വനത്തിനകത്തുള്ള ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാനും വേറെയൊക്കെ വരാറൊക്കെ ഉണ്ട്. പിന്നെ ഈ തങ്ങലിന് വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുണ്ട്. ആൾക്കാർ രാത്രി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ കഴിഞ്ഞ് മീനൊക്കെ പിടിച്ചതിന് ശേഷം പോകുന്നൊരിത്. പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം വരുന്ന നമ്മുടെ അഗസ്ത്യാർകൂടത്താണ്. അപ്പോൾ അഗസ്ത്യാർകൂട താൽവരയാണ് കേട്ടോ. കണ്ടോ, ഈ മരം ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു മരമാണ്. ഈ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ മയിലാടുംപാറയുടെ അവിടെ. അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ മരങ്ങളുടെ ആ ശിഖരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആ ഡാമിൻ്റെ റിസർവർ ഉണ്ടല്ലോ, ഇവിടെ നോക്കാൻ പൊളിയാണ്. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പരിചയപ്പെടുത്തരാമേ. ഈ കാണുന്നുണ്ട്, ഇത് ആ മരത്തിലുള്ള ഒരു വള്ളി പോലത്തെ ഒരു ഇതാണ്. പയറ് പോലെയാണ് നിൽക്കുന്നത്. അത് പൊട്ടിയപ്പോഴത്തേക്കും കണ്ടോ പാല് പോലെ ഇങ്ങനെ കറ ഒഴുകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന വിചാരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാർ നമ്മളിപ്പോഴും ഈ മയിലാടുംപാറയുടെ ഫുൾ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത് പോകുന്നത് നമ്മൾ പൊടിയം വെള്ളച്ചാട്ടത്തിലേക്കാണ്. വലിയൊരു വെള്ളച്ചാട്ടമാണ്, കാണാനുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളും അങ്ങോട്ട് പോകുന്നൊരു വേറെ ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സൈറ്റിങ് കിട്ടണം അതും പിന്നെ ബാക്കി അതൊക്കെ നമ്മളിനി എടുക്കാണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കെടുത്തിനി പൊടിയം വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മളപ്പോഴും അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് യാത്ര വന്നിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് എത്തി. അപ്പോൾ ഏകദേശം നമ്മൾ പൊടിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി. ഈ സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസൊക്കെ എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് പൊടിയം സെറ്റിൽമെൻറ്റിലെ ആ ഒരു ജംഗ്ഷൻ പോലുള്ള സ്ഥലം കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 10-500 മീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആ വെള്ളച്ചാട്ടം. അപ്പോൾ കുറച്ചും കൂടെ മുന്നിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഷെഡ് ഉണ്ടാക്കുന്നതുണ്ട്. ഈറ കൊണ്ട് ഉണ്ടാക്കുന്ന ഷെഡാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കൗതുകമായിട്ട് കണ്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണ്.
ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ വീട്ടിലെ പട്ടിക്കുട്ടി നമ്മൾ കമ്പനിയാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് കളിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മളപ്പോൾ അവിടെ നമ്മളൊരു 1.5 കിലോമീറ്റർ കൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളപ്പോൾ കൊടിയം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ പകർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ അല്ലേ. അപ്പോൾ ഫൈനലി നമ്മളപ്പോൾ പൊടിയം വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കാണാൻ അതിമനോഹരമാണ് ഈ വെള്ളച്ചാട്ടം. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഫോണിലാണ് എടുക്കുന്നത്. സാംസങ് M30 എന്ന് പറഞ്ഞൊരു ഫോണിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാണപ്പത്ര ലുക്ക് വന്നിരിക്കുന്നത്. നേരിട്ട് കണ്ട അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിനുമായി കാഴ്ചകളൊക്കെ കാണാം. അപ്പോഴും നമ്മൾ താഴെ നിന്ന് നമ്മളിവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ താഴെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മുകളിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നുള്ള ആ ഒരു ലുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മുകളിലോട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത് കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കുറവായിട്ട് നമ്മളിതിൻ്റെ പുഴ കടന്നക്കപ്പുറത്ത് പോകാം കേട്ടോ. വെള്ളമുള്ള പാലും ഇറങ്ങരുത്, പണി കിട്ടുന്ന സ്ഥലമാണ് ഇതല്ല. ഇപ്പോൾ വെള്ളം കുറവായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി നമ്മൾ നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി ബാക്കി വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ മച്ചാൻ പേര് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച നമ്മൾ பார்த்தா കേട്ടോ. ഞാൻ ഇവിടെയുള്ള ഫുൾ വ്യൂ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കാണിച്ചു തരാം. വേർത്ത് കുളിച്ച് അടിപൊളിയായിരുന്നു. എന്താ ഇവിടുത്തെ വ്യൂ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്ത് ഇതുപോലുള്ള സ്ഥലത്തേക്ക് വന്ന് നോക്കും. അടിപൊളിയായിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും, പൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ടുണ്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ഒരു ദിവസമെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ ആ ദിവസം നമ്മുടെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലത്ത് നമ്മൾ ഇന്ന് യാത്ര പോയാൽ ഇതുപോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് മലകളൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ല സന്തോഷമായിരിക്കും. ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. ബാക്കി കണ്ട പിടിച്ചാൽ പറ്റാത്തൊരു മരം കണ്ട, ഒരു ഏറ്റ മരമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്, മോളിൽ നിന്നുള്ള എനർജിയാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നിങ്ങളിപ്പം കണ്ട നമ്മുടെ മയിലാടും പാറയും അതുപോലെ പൊടിയും വെള്ളച്ചാട്ടമാണ്. രണ്ടും അടിപൊളിയാണ്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോസാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് ഓർമ്മിക്കണേ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.